ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഐറ്റം തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് പറയാം. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ഈ പേമാരിയും അതേപോലുള്ള ഉരുൾപൊട്ടലും മഴയായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. എന്തുമാത്രം ആൾക്കാരാണ് ദുരിതമനുഭവിക്കുന്നത് അല്ലേ? ഇതെത്ര കൊല്ലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം കഴിയുമ്പോൾ അടുത്ത വർഷം പിന്നെ ഇത് തന്നെ. വളരെ വിലപ്പെട്ട ജീവനുകൾ അപഹരിക്കുക അല്ലേ, നാശനഷ്ടങ്ങളുണ്ടാക്കുക. ദുരിതാശ്വാസ ക്യാമ്പിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീടുമില്ല, സ്ഥലവുമില്ല, വീട് എവിടെ ആയിരുന്നു പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്ര ഒരു വല്ലാത്തൊരവസ്ഥ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ എന്നാണ് ഒരു അറുതി ഉണ്ടാവുക? ആർക്കും പറയാനും പറ്റില്ല, പ്രവചിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം നടക്കുന്നത്. അപ്പോൾ എല്ലാവരും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ജീവിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ജീവൻ എല്ലാവർക്കും വിലപ്പെട്ടതാണ്. നിങ്ങളും ഞങ്ങളും എല്ലാവർക്കും അതുകൊണ്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ജീവിക്കുക, അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. ഇതൊക്കെ വെച്ച് ഒരു മസാലക്കറിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഒരുപാടൊന്നുമില്ല കേട്ടോ, ഒരു 600 ഗ്രാമേ ഉള്ളൂ. കാര്യം ഇതിൻ്റെ വേസ്റ്റെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും 400-350 ഗ്രാമൊക്കെ കാണത്തുള്ളൂ. ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ഇതുണ്ട്, കേടൊക്കെ ഉണ്ട്. മഴയൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിലേക്ക് പച്ചക്കറി വരവൊക്കെ വളരെ കുറഞ്ഞു. അതുപോലെ തന്നെ നല്ല വിലയുമാണ്. ഇതിപ്പം ഞാൻ ഈ ഒരളവിൽ എടുക്കുന്നതേ ഉള്ളൂ. ഇതിപ്പം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. കാര്യം ഇതിൻ്റെയൊക്കെ പകുതി എടുത്താൽ മതി. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എല്ലാം അരിഞ്ഞൊക്കെ ഒന്ന് എടുക്കട്ടെ. ആദ്യമേ ഇതേപോലെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് ഇതൊക്കെ ഇനി അരിഞ്ഞ് വെക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടേ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അടുപ്പൊന്ന് കത്തിച്ച ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഈ പാത്രത്തിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കട്ടെ. അടച്ചു. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് അരിഞ്ഞ് നോക്കാം. ഇതേപോലെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് വെള്ളത്തിനകത്തിട്ട് വെക്കാം, അല്ലെങ്കിൽ കാർത്ത് വെക്കാം. ഇനി ഇതേപോലെ 2 മീഡിയം സൈസിൽ 2 സവാള എടുക്കുക. അപ്പോൾ നമ്മൾ സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം തിളച്ച് കാണും. ഈ വെള്ളം തിളച്ച ശേഷം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അങ്ങോട്ടിട്ട് കൊടുക്കുക. നമുക്ക് പലർക്കും അറിയാമല്ലോ, ഇതിനകത്തൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. ലേശം മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരല്പം ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റെങ്കിലും ഈ തിളച്ച വെള്ളത്തിനകത്തൊന്ന് കിടക്കട്ടെ. വെന്തങ്ങ് പൊടിഞ്ഞു പോകല്ലേ, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു മീഡിയം രീതിയിൽ മാത്രം വെന്താൽ മതി. ഇതാ കോരിയെടുക്കുക. അടുപ്പം നിർത്തും. ഇപ്പോൾ കോളിഫ്ലവറൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് അടുപ്പൊന്നുകൂടെ കത്തിക്കാം. ഇനി ഇതേപോലെ ചീനച്ചട്ടിയോ കടായിയോ ഏതെങ്കിലും ഒന്ന് അടുപ്പത്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ കടായി ഒന്ന് ചൂടായതിന് ശേഷം ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. 1 2. നമ്മളിതൊരു മസാലക്കറിയാണ്. അത്യാവശ്യം ഇച്ചിരി മസാലയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഏലക്കായ്, ഗ്രാമ്പും കറുവപ്പട്ടയൊക്കെ ഇച്ചിരി പെരുംജീരകവും കൂടെ ഈ ചൂടായ എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം എന്താണ് ഈ മസാല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതേപോലെ 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളിയാണ്. ഇത് ചതച്ചൊന്നുമല്ല, ചതച്ച് വേണമെങ്കിൽ ചേർക്കാമെന്നാണ്. അപ്പോൾ ഈ വെളുത്തുള്ളി മസാലയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഞാൻ ഇതിനകത്ത് ഇഞ്ചി ഇടുന്നില്ല. ഇഞ്ചി വേണേൽ ചേർക്കാമെന്ന് കേട്ടോ, പക്ഷേ ഇഞ്ചി ഞാൻ ഒഴിവാക്കിയതാണ്. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഈ പച്ചമുളകും സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്ന അവിടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 2-3 പച്ചമുളക്. തക്കാളി നമുക്ക് അല്പം കഴിഞ്ഞ് ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ
പച്ചമുളകൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ നമ്മുടെ എരിവിന് പാകത്തേ ചേർക്കാവുള്ളൂ, കൂടിപ്പോകണ്ട, എന്നാൽ ഒട്ടും കുറഞ്ഞും പോകരുത്. അപ്പോൾ ഈ സവാളയൊക്കെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ തക്കാളിയും കൂടെ കൊണ്ടിട്ട് കൊടുക്കും. ആ തക്കാളിയും കൂടി ഇട്ട് എന്നിട്ട് അങ്ങോട്ട് ഇളക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇളക്കി കൂട്ടത്തിൽ ഒരല്പം കറിവേപ്പില അത് ഇട്ട് കൊടുക്കും. അത് ഇട്ട് ഇളക്കി ഒന്നിച്ച് ഈ തക്കാളിയൊക്കെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളി ഇട്ടതിന് ശേഷം. ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ഇളക്കി ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. കാര്യം ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവുകയും ചെയ്യണം. ഇച്ചിരി ഒഴിച്ചു കൊടുക്കും. ഇനി ഒന്ന് അടച്ചു വെക്കുകയാണ്. ഈ ഉരുളക്കിഴങ്ങ് പകുതി വേവാണ്. അത് വെന്തതിന് ശേഷം വേണം നമുക്ക് ഇതൊരു ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. വേണ്ട, അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് പകുതി വേവ് കണക്ക് കൂട്ടി വേണം നമുക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാൻ. കാര്യം കോളിഫ്ലവർ ഒത്തിരി വെന്തിട്ടില്ല. ഇത് രണ്ടും കൂടെ ഇതിൻ്റെ അകത്ത് കിടന്ന് വേകേണ്ടതാണ്. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കും. നമ്മൾ ഈ കോളിഫ്ലവർ വേവിക്കാൻ നേരം അല്പം ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാമെന്നുള്ളേ ഉള്ളൂ. ഇതേപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് ഞാൻ മൂടി വെക്കുകയാണ്. ഈ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ഇതെല്ലാം നല്ലപോലെ ഒന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അടുപ്പൊന്ന് കത്തിച്ച് ഇതേപോലെ ഒരു പാനം കൊണ്ട് വെച്ച് കൊടുക്കുക. ഈ പാനം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇടാം. അത്ര സാധനം ഉണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് വേണം മുളക് പൊടിയൊക്കെ ചേർക്കുവാൻ. ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടത്തിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി, എരിവ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ എണ്ണ ഒഴിക്കാതെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പൊടികളുടെ ആ പച്ചമണം ഉണ്ടല്ലോ അതൊന്ന് മാറണം. അത്ര സമയം ഒന്ന് മീഡിയം രീതിയിൽ തീ വെച്ച് ഇളക്കി കൊടുത്ത് റെഡിയാക്കിയെടുക്കണം. ഇപ്പോൾ അതേടെ ആ പൊടികളുടെ ആ പച്ചച്ചോയ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതേപോലെ എടുത്തിട്ട് നേരെ നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. കാര്യം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ കറിക്കൊക്കെ നല്ല ഒരു കളറും കിട്ടും. ഇതുണ്ട് ഇപ്പോൾ നമ്മൾ ഈ വറുത്തരച്ച ആ ഒരു രീതിയിലുള്ള ഒരു കളറൊക്കെ കിട്ടും. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊരു മസാല കറിയാണ്. അപ്പോൾ ഒരല്പം ചാറോട് കൂടി വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. കാര്യം എന്നാൽ നമുക്ക് ചപ്പാത്തിക്കോ അല്ല ഇത്തിരി ചോറിൻ്റെ ഒക്കെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇതൊരു രീതിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ്. പിന്നെ ഇത് നല്ലപോലെ തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൊണ്ടുള്ള മസാലക്കറി ചോറിനോ ചപ്പാത്തിക്കൊക്കെ പറ്റിയ രീതിയിലാണ് ഞാനിത് റെഡിയാക്കിയിരിക്കുന്നത്. ഇപ്പം അതെല്ലാം വെന്ത് നല്ല ടേസ്റ്റോട് കൂടി തന്നെ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ശരി തുറന്നു പോകണം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പം ഈ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ഒക്കെ നല്ലപോലെ വെന്ത് ഇതൊരല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്തായാലും പോരായ്മ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിപ്പോൾ എല്ലാം കറക്റ്റ് പാകത്തിനുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇനി അങ്ങ് നിർത്താം. ചൂടൊന്ന് ആറിയ ശേഷം നമ്മൾ ഈ പാത്രത്തിലിട്ട് ഒഴിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് കോളിഫ്ലവർ മാത്രം ഇട്ടാണേലും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ടാണേലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചെയ്ത് നോക്കുക.
ചോറിനോ അല്ലെങ്കിൽ ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പം പൊറോട്ട ആണെങ്കിലും പാലപ്പോ ഇടിയപ്പോ ഏത് പലഹാരത്തിൻ്റെ കൂടെ വേണേലും ഇത് കഴിക്കാവുന്നതാണ്. രുചികരമായ നല്ല അടിപൊളി ഒരു കറിയാണ്. ചെയ്തു നോക്കി. ഇനി ഒരു കാര്യം കൂടെ, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.